വിഭാഗം നരകത്തിലോട്ട് കടന്നു പോകുന്ന വിഭാഗമാ. അവര് നാളെ മഹ്ശറുടെ തിരുമുറ്റത്തോട്ട് കടന്നു വരുമ്പോ അവരെ ചുണ്ടുകളുണ്ടല്ലോ ഇങ്ങനെ വിട്ടു കീറിയിരിക്കുന്നു. ചുണ്ടുകൾ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, യാ റസൂലല്ലാഹ്, നബിയെ ആ ചുണ്ടുകൾ മുറിവായിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് കള്ളു കുടിക്കുന്ന ആളുകളാ, കള്ളുകുടിയന്മാരാണ്. പ്രിയപ്പെട്ടവരെ, മഹ്ശറുടെ മുറ്റത്തോട്ട് കടന്നു വരുന്ന സമയത്ത് അവരുടെ ചുണ്ടുകളുണ്ടല്ലോ ഇങ്ങനെ വിട്ടു കീറിയിരിക്കുന്നു. കള്ളുകുടിയുടെ അവസ്ഥ. കള്ളെന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗങ്ങൾ, MDMA പോലത്തെ ലഹരി ഉപയോഗിക്കുന്ന മക്കളാണോ നമ്മുടെ മക്കളെങ്കിൽ പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കൾക്ക് വരും അത് ബാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്രയോ ആളുകളുണ്ട് 18 വയസ്സുള്ള പ്രിയപ്പെട്ട ഒരു സഹോദരൻ, 14 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങൾക്ക് MDMA കൊടുത്തത് സിപ്പപ്പാണെന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ നടന്നുപോയ സംഭവം. വേങ്ങര ഭാഗത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. പ്രിയപ്പെട്ട 18 വയസ്സുള്ള സ്വന്തം ജ്യേഷ്ഠൻ 14 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങൾക്ക് സിപ്പപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് MDMA കൊടുത്തു പോയ ആളുകളുണ്ട്. കള്ളുകുടിയൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷ എന്താ? അവൻ അവന്റെ ഉമ്മായെ വ്യഭിചരിച്ചവനെ പോലെയാ, സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചവനെ പോലെയാ ഒരു കള്ളുകുടിയനിക്ക് റബ്ബ് കൊടുക്കുന്ന ശിക്ഷയാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 4 വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, തൗറാത്ത് ഉണ്ടല്ലോ, ഇഞ്ചീൽ ഉണ്ടല്ലോ, സബൂർ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഉണ്ടല്ലോ. ഈ 4 വേദഗ്രന്ഥങ്ങളുടെ ശാപമേറ്റുപോയ ആളുകളാണ് കള്ളുകുടികളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുകയാണ്. ഒരു കള്ളുകുടിയുടെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. നിന്റെ വായുടെ തൊണ്ടക്കകത്തുനിന്നുകൊണ്ടാണ് കള്ളിറങ്ങി കഴിഞ്ഞാ സബൂർ മാത്രമല്ല, ഇഞ്ചീല് മാത്രമല്ല, തൗറാത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. 116ഓളം സൂറത്തുകളുള്ള 6066ഓളം ആയത്തുകളുണ്ടാവ, ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു പോയോ. ആ ഖുർആന്റെ ശാപമുണ്ട് സഹോദരാ. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിച്ചവന്റെ അവസ്ഥ, ഈ 4 ഗ്രന്ഥങ്ങളുടെ ഈ ശാപം അവനക്കുണ്ടാകും. നീ ലഹരി ഉപയോഗിച്ച ആൾ, ഒരു കള്ളുകുടിയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്താലോ, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാ, ഞങ്ങളെ മക്കള് MDMA ഉപയോഗിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർക്ക് എങ്ങാനും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സല്ലല്ലാഹു അലാ ജസദിഹി അവരെ ഖബർസ്ഥാനിന്റെ അകത്ത് കുത്തിവലിക്കുക. നരകത്തിന്റെ പാപ, നരകത്തിന്റെ തീനാളങ്ങളാ. ഒരു കള്ളുകുടിയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്താൽ അവന്റെ ഖബർസ്ഥാനിന്റെ അകത്ത്, ഇയാൾ നിസ്കരിക്കുന്ന ആളാ, നോമ്പെടുക്കുന്ന ആളാ, നമസ്കരിക്കുന്ന ആളാ, പാവങ്ങളെ സഹായിക്കുന്ന ആളാ, പക്ഷെ കള്ളുകുടിയൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അവനെ സഹായിച്ചു കഴിഞ്ഞാൽ ഈ നമസ്കരിക്കുന്ന ആളുകളുടെ ഖബർസ്ഥാനിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ പാമ്പുകളെ, നരകത്തിന്റെ തീനാളങ്ങളെ, നരകത്തിന്റെ തേളുകളെ ഇട്ടുകൊടുക്കുമെന്ന് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഇവർക്ക് നരകത്തിന്റെ അകത്ത് അല്ലാഹു കൊടുക്കുന്ന ഭക്ഷണം എന്താ? നെഹ്റുൽ ഹിബാർ എന്ന് പറയുന്നൊരു ചീജലമുണ്ട് പ്രിയപ്പെട്ടവരെ. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒളിച്ചു വരുന്ന ഒരു ജലമാണ്. അതാണ് ഇവരുടെ വായിലോട്ട് വെച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഈ 11 വിഭാഗവും നരകത്തിലാണ്. അവസാനം യഹ്ശറൂൻ